Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning. Good morning, ma'am. Miss. Good morning. ma'am. Good morning, ma'am. Good morning, ma'am. Okay, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെ വരെയായിരുന്നു പഠിച്ചത്? വായിച്ചു നോക്കിയായിരുന്നോ? ബ്ലഡ് ബാങ്ക് സർവീസസ് അല്ലെ? അതിനകത്ത് നമ്മള് ബ്ലഡ് ടൈപ്പ് പറഞ്ഞത് വിച്ച് ബ്ലഡ് ടൈപ്പ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ ഡോണർ? വിച്ച് ബ്ലഡ് Negative. ഓ നെഗറ്റീവ് അങ്ങനെ പറയാ. Or negative. Okay. Which blood type is a universal recipient? AB positive. AB Universal- AB positive. AB positive. Okay. AB positive. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് AB പോസിറ്റീവ്. ഇനി നെക്സ്റ്റ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് when is blood transfusion needed? എപ്പോഴാണ് നമുക്ക് ഒരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്നത്? when is blood transfusion needed? ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്നത്? Individual may require a blood transfusion for variety of some of them are. ഏതൊക്കെ? Individual may need a blood for different reasons. പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ബ്ലഡ് ആവശ്യമായിട്ട് വരാം, അല്ലെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യേണ്ടതായിട്ട് വരാം. അത് ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് അങ്ങനെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്നത് എന്നാ പറഞ്ഞേക്കുന്നത്? കുറച്ച് പോയിന്റ് ആയിട്ട് തന്നെ തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ലോസ്റ്റ് ബ്ലഡ് ആഫ്റ്റർ എ സീരിയസ് ഓർ സർജറി. നമ്മൾ എന്തെങ്കിലും ആക്സിഡൻസ് ഒക്കെ പറ്റി സീരിയസ് ആകുമ്പോൾ, പിന്നെ അതുപോലെ തന്നെ അതുപോലെ നമുക്ക് സർജറികളൊക്കെ ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് നമ്മുടെ ബോഡിയിൽ നിന്ന് ഒരുപാട് ബ്ലഡ് ലോസ് ആയി പോവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് ആ ലോസ്റ്റ് ആയി പോയ ബ്ലഡ്, നമ്മുടെ ബോഡിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ബ്ലഡ് റീപ്ലേസ് ചെയ്യാൻ, അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം. ഓക്കെ, to substitute for the lost blood after a serious or surgery. Okay, നമ്മൾ എന്തെങ്കിലും എമർജൻസി ആയിട്ട് നമ്മുടെ ആക്സിഡൻസ് ഒക്കെ പറ്റുകയാണെങ്കിലും, നമ്മുടെ ബോഡിയിൽ എക്സസ് ആയിട്ട് ബ്ലഡ് പോവുകയാണെങ്കിലും, അതുപോലെ തന്നെ സർജറി ഒക്കെ ചെയ്യുന്ന സമയത്തും ബോഡിയിൽ നിന്ന് ബ്ലഡ് നഷ്ടപ്പെട്ടു പോകുമ്പോൾ ആ ഒരു നഷ്ടപ്പെട്ടു പോയ ആ ബ്ലഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം. ഇനി സെക്കൻഡ് സിറ്റുവേഷൻ പറഞ്ഞേക്കുന്ന ഡൈജസ്റ്റീവ് ട്രാക്ട് ബ്ലീഡിങ്. ഡൈജസ്റ്റീവ് ട്രാക്ട്, ദഹനനാളത്തിനുണ്ടാകുന്ന ബ്ലീഡിങ്, ആ ഒരു സിറ്റുവേഷനിലും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം. നെക്സ്റ്റ് തേർഡ് വൺ ആണ് ലുക്കീമിയ. ലുക്കീമിയ, വാട്ട് ഈസ് ലുക്കീമിയ? നമ്മൾ പറഞ്ഞായിരുന്നു. Blood Okay, cancer. it's also called a blood cancer. Blood cancer is caused by the rise in the number of WBC in your body. നമ്മുടെ ബോഡിയിൽ WBCയുടെ അളവ് കൂടുന്നു, അല്ലെങ്കിൽ ശ്വേതരക്താണുക്കൾക്ക് വരുന്ന WBC, ശ്വേതരക്താണുക്കൾക്ക് വരുന്ന ക്യാൻസർ ആണ് ലുക്കീമിയ എന്ന് പറയുന്നത്. അത് നമ്മൾ എഴുതിയായിരുന്നോ ലുക്കീമിയ എന്ന്? ലുക്കീമിയ എന്താന്ന് എഴുതിയായിരുന്നോ? എഴുതിയായിരുന്നു അല്ലെ? Is a blood cancer caused by the rise in the number of WBC in your body. അത് എഴുതിയിട്ടില്ല. ഇല്ല അല്ലെ? നന്ന് ഒരു സെന്റൻസ് അവിടെ എഴുതി വെച്ചോ, ലുക്കീമിയ. ലുക്കീമിയ. Leukemia is a blood cancer. Leukemia is a blood cancer caused by a rise, RISE, ഉയരുക, rise in the number of പറയാമോ മിസ്സേ? Okay, leukemia is a blood cancer. Leukemia is a
blood cancer caused by CAUSED, caused by a rise, RISE, rise in the number of WBC in your body. Number of WBC in your body. WBCയുടെ ആ നമ്പർ കൂടുന്ന ഒരു അവസ്ഥ, അതിലെ ബ്ലഡ് ക്യാൻസർ, ഓൾസോ കോൾഡ് ബ്ലഡ് ക്യാൻസർ ആൻഡ് കോസ്ഡ് ബൈ ദ റൈസ് ഇൻ, കാരണം എന്താ, കോസ്ഡ് ബൈ ദ റൈസ് ഇൻ ദ നമ്പർ ഓഫ് WBC ഇൻ യുവർ ബോഡി. രക്തത്തിലുള്ള WBC, അത് ശ്വേത രക്താണുക്കൾക്ക് വരുന്ന ക്യാൻസർ ആണ് ലുക്കീമിയ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് സിറ്റുവേഷൻ നോക്കിയേ, ലാക്ക് ഓഫ് ഹെൽത്തി RBC റെഡ് ബ്ലഡ് സെൽസ്. നമ്മുടെ ബോഡിയിൽ ആവശ്യത്തിനുള്ള RBC ഇല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇപ്പൊ ബ്ലഡ് ആവശ്യമായിട്ടുള്ള സിറ്റുവേഷൻ, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ടുള്ള സിറ്റുവേഷൻസ് നമ്മൾ പറയുന്നത്, ഫോർത്ത് വൺ ഏതായിരുന്നു, ലാക്ക് ഓഫ് ഹെൽത്തി റെഡ് ബ്ലഡ് സെൽസ്. RBCയുടെ കുറവ്, ഹെൽത്തി RBCയുടെ കുറവ് വരുമ്പോൾ. നെക്സ്റ്റ് നോക്കിയേ, റേഡിയേഷൻ തെറാപ്പി, കീമോതെറാപ്പി ഓർ അതർ ക്യാൻസർ ട്രീറ്റ്മെന്റ്. റേഡിയേഷൻ തെറാപ്പി, കീമോതെറാപ്പി ഒക്കെ എന്താ, ക്യാൻസർ ട്രീറ്റ്മെന്റ്സ് ആണ്. അത് ക്യാൻസറിന്റെ ചികിത്സാ രീതികളാണ്. ഫസ്റ്റ് റേഡിയേഷൻ തെറാപ്പി എന്ന് പറയുന്നത്. അവിടെ എന്താ യൂസ് ചെയ്യുന്നത് റേഡിയേഷൻ തെറാപ്പിയില്? It's a common cancer treatment that is used in the radiation to kill the cancer cells. ഇവിടെ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹൈ റേഡിയേഷൻസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ആ റേഡിയേഷൻസ് ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്യുന്ന ഒരു ചികിത്സാ രീതിയാണ് റേഡിയേഷൻ തെറാപ്പി എന്ന് പറയുന്നത്. റേഡിയേഷൻ ഉപയോഗിച്ച് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നു, അതാണ് റേഡിയേഷൻ തെറാപ്പി. ഇനി നെക്സ്റ്റ് ആണ് കീമോതെറാപ്പി. കീമോതെറാപ്പി എന്ന് പറഞ്ഞാൽ ഡ്രഗ്സ് ആ യൂസ് ചെയ്യുന്നത്, മരുന്നുകൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. റേഡിയേഷൻ തെറാപ്പിയിൽ ബ്ലഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടോ? ബ്ലഡ് ആവശ്യമായിട്ട് വരുന്നുണ്ടോ? ഈ സിറ്റുവേഷൻസിൽ നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യാം. റേഡിയേഷൻസ് ആണ്, ക്യാൻസർ ആണല്ലോ. അപ്പൊ അതിനകത്ത് ക്യാൻസർ ട്രീറ്റ്മെന്റുകളില് അതിനകത്ത് റേഡിയേഷൻ തെറാപ്പിയിലും പിന്നെ അതുപോലെ തന്നെ കീമോതെറാപ്പി, അവിടെ ഞാൻ പറഞ്ഞു ഡ്രഗ്സ്, മരുന്നുകളാണ് യൂസ് ചെയ്യുന്നത് ടു ഡിസ്ട്രോയ് cancer treatment, and it is uses the drugs to destroy the cancer cell to prevent the tumor growth. Tumor growth നെ prevent ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതാണ് കീമോതെറാപ്പി എന്ന് പറയുന്നത്. റേഡിയേഷൻസ് യൂസ് ചെയ്യുന്നതാണ് റേഡിയേഷൻ തെറാപ്പിയിൽ. അപ്പൊ ഇങ്ങനെ റേഡിയേഷൻ തെറാപ്പി, കീമോതെറാപ്പി, മറ്റുള്ള ക്യാൻസർ ട്രീറ്റ്മെന്റ്സുകൾക്കൊക്കെ നമുക്ക് ആ ഒരു ഇതിനൊക്കെ നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ലിവർ പ്രോബ്ലംസ്. ലിവർ പ്രോബ്ലംസ് കരളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, കരൾ രോഗങ്ങള്. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ എല്ലാം ഇത് വേണമെന്നില്ല, എന്നുവെച്ചാൽ ചില ആവശ്യമായിട്ട് വരുന്ന സിറ്റുവേഷൻസില്, ഈ സിറ്റുവേഷൻസിലൊക്കെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം. അപ്പൊ എന്താ ലിവർ ഡിസീസ് കൂടുതലാക്കുക. Excuse me, ma'am. ഓക്കെ, ലിവർ പ്രോബ്ലംസ്, കരളിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങള്, രോഗങ്ങള്, അങ്ങനെയുള്ള സമയത്തും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം. നെക്സ്റ്റ് വരുന്നതാണ് ബ്ലഡ് ഡിസോർഡേഴ്സ്. ഡിസീസ് ഓർ ഡിസോർഡേഴ്സ് ഓഫ് ദ ബ്ലഡ്. ബ്ലഡിൽ ഉണ്ടാകുന്ന രോഗങ്ങള്, ബ്ലഡിൽ വരുന്ന ചില രോഗങ്ങൾ, അസുഖങ്ങളൊക്കെ വരുമ്പോഴും നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം. ഇത് എക്സാമിന് ചോദിക്കട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സിറ്റുവേഷൻ ദ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഈസ് നീഡഡ്? ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്നത്? അപ്പൊ ആ പോയിന്റ് ഔട്ട് ഇത് തന്നെ പഠിച്ചാൽ മതി. ഏതൊക്കെയാ ഒന്നുകൂടി നോക്കാം നമുക്ക്. ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ലോസ്റ്റ് ബ്ലഡ് ആഫ്റ്റർ എ സീരിയസ് ഓഫ് സർജറി. നെക്സ്റ്റ് digestive tract bleeding. Third one, leukemia. Fourth, lack of healthy RBC. Next, radiation therapy, chemotherapy or other cancer treatments. പിന്നെ അടുത്ത ലിവർ പ്രോബ്ലംസ്, ബ്ലഡ് ഡിസോർഡേഴ്സ്. ഇത്രയും സിറ്റുവേഷനിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം. ഓക്കെ, ശില്പ ഒന്ന് റീഡ് ചെയ്തേ, ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്നത്? ശില്പ ചിപ്പി.
law ശില്പ, ഏതൊക്കെ സിറ്റുവേഷനിലാണ് നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്നത്? to substitute for the lost blood after a serious surgery in a digestive tract bleeding, leukemia, ഡൈജസ്റ്റീവ് ട്രാക്ട് ബ്ലീഡിംഗ്, ah, ദഹനനാളത്തിനുണ്ടാകുന്ന രക്തസ്രാവം ഉദ്ദേശിക്കുന്നത്. ലുക്കീമിയ, leukemia, lack of healthy red blood cells, in a radiation therapy, chemotherapy or other cancer treatment, in a liver problems, blood disorders, ലിവർ പ്രോബ്ലംസ്, കരൾ രോഗങ്ങള്, പിന്നെ അതുപോലെ ബ്ലഡിൽ ഉണ്ടാകുന്ന ഡിസോർഡേഴ്സ് ഓർ ഡിസീസ് ആണ്. ബ്ലഡ് ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഡിസീസ് ഡിസോർഡർ ആണ്, ബ്ലഡിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ഡിസീസുകൾ. ആ ഒരു സിറ്റുവേഷൻസിലൊക്കെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം. റേഡിയേഷൻ തെറാപ്പി എന്ന് പറഞ്ഞാൽ റേഡിയേഷൻ ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് റേഡിയേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. കീമോതെറാപ്പിയിൽ ഡ്രഗ്സുകൾ അല്ലെങ്കിൽ മരുന്നുകൾ തന്നെ യൂസ് ചെയ്തിട്ടാണ് ആ ക്യാൻസർ ഗ്രോത്ത് ഉണ്ടാകുന്ന ആ കോശങ്ങളെ നശിപ്പിക്കുന്നത്. ട്യൂമർ ഗ്രോത്തിനെ തടയുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഡ്രഗ്സ് ആണ് യൂസ് ചെയ്യുന്നത് കീമോതെറാപ്പിയിൽ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ജോബ് റെസ്പോൺസിബിലിറ്റി ഓഫ് എ ബ്ലഡ് ബാങ്ക് മാനേജർ. ഇനി ബ്ലഡ് ബാങ്ക് മാനേജറിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? റെസ്പോൺസിബിലിറ്റീസ് എന്ന് വെച്ചാൽ എന്താ? ഉത്തരവാദിത്തങ്ങൾ. അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ, ജോബുമായിട്ട് ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് നോക്കിയേ, എ ബ്ലഡ് ബാങ്ക് മാനേജർ ആക്ട് ആസ് എ ഹെഡ് ഓഫ് ദ എൻറ്റയർ ബ്ലഡ് ബാങ്ക്. അദ്ദേഹം ആ ബ്ലഡ് ബാങ്കിന്റെ മൊത്തത്തിലുള്ള ഹെഡായിട്ട് ചുമതലയേക്കുന്ന ആക്ട് ചെയ്യുന്ന ഒരാളാണ് ബ്ലഡ് ബാങ്ക് മാനേജർ എന്ന് പറയുന്നത്. അപ്പൊ മാനേജറിലായിരിക്കും ഒരുവിധം ആ ബ്ലഡ് ബാങ്കിലുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് കൺട്രോൾ ചെയ്യുന്നത്, അവിടുത്തെ എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യുന്നത്, എല്ലാവരെയും ചെക്ക് ചെയ്യുന്നത്, അങ്ങനെ റെക്കോർഡ് കാര്യങ്ങളൊക്കെ നോക്കുന്നത്, അങ്ങനെ മൊത്തത്തിലുള്ള ഒരു ഹെഡായിട്ട് ആക്ട് ചെയ്യുന്നതാണ് ബ്ലഡ് ബാങ്ക് മാനേജർ. എ ബ്ലഡ് ബാങ്ക് മാനേജർ ആക്ട് ആസ് ഹെഡ് ഓഫ് ദ എൻറ്റയർ ബ്ലഡ് ബാങ്ക്. നെക്സ്റ്റ് രണ്ടാമത്തെ ഒരു ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഹി ഓർ ഷീ ഈസ് അറ്റ് ദ ഹെലം. അറ്റ് ദ ഹെലം എന്ന് വെച്ചാൽ എന്താ? ഇൻചാർജ് എന്നുള്ള മീനിങ്. അദ്ദേഹത്തിന് ഒരു ഇൻചാർജ് ഉണ്ട്. ഹി ഓർ ഷീ ഈസ് അറ്റ് ദ ഹെലം ഓഫ് ദ ഡെയിലി ഓപ്പറേഷൻസ് അറ്റ് ദ ബ്ലഡ് ബാങ്ക്. ബ്ലഡ് ബാങ്കിൽ നടക്കുന്ന എല്ലാ ഓപ്പറേഷൻസും, ഡെയിലി നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയൊക്കെ ഒന്ന് ഇൻചാർജ് ചെയ്യുക, ഇൻചാർജ് ഉള്ള ആളായിരിക്കും. ചെക്കിംഗ് എക്സ്പെൻസ് ഏതൊക്കെയാന്ന് നോക്കിയേ. ബ്ലഡ് ബാങ്ക് ചെക്കിംഗ് എക്സ്പെൻസ് ചെക്ക് ചെയ്യുക. കണ്ടക്ടിങ് ഇൻസ്പെക്ഷൻ ആൻഡ് വർക്കിംഗ് വിത്ത് തേർഡ് പാർട്ടി സർവീസ്. അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ഹാൻഡ് എന്നാണ് അവിടെ എഴുതിയേക്കുന്നത്, തേർഡ് പാർട്ടിയാണ്, THIRD, തേർഡ് പാർട്ടി സർവീസ്. തേർഡ് പാർട്ടി സർവീസസ്. നോക്കിയേ, കണ്ടക്ടിങ് ഇൻസ്പെക്ഷൻസ് ഒക്കെ നടത്തുക, പെട്ടെന്ന് പരിശോധനകളൊക്കെ നടത്തുക. ആൻഡ് വർക്കിംഗ് വിത്ത് തേർഡ് പാർട്ടി സർവീസസ്, തേർഡ് പാർട്ടി സർവീസുമായിട്ടൊക്കെ വർക്ക് ചെയ്യുക. തേർഡ് പാർട്ടി സർവീസ് എന്ന് വെച്ചാൽ ഇപ്പൊ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ആള്, പിന്നെ അതുപോലെ തന്നെ റിസീവ് ചെയ്യുന്ന ആള്, അവർക്കിടെ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റുള്ള ആളുകൾ, അതാണ് തേർഡ് പാർട്ടി സർവീസുകൾ. അപ്പൊ അങ്ങനെയുള്ളവരും ഒക്കെ ആയിട്ട് വർക്കിംഗ് ചെയ്യുക. കണ്ടക്ടിങ് ഇൻസ്പെക്ഷൻസ്, പരിശോധനകൾ എല്ലാം പെട്ടെന്നുള്ള ചെക്ക് ചെയ്യുക, അതിന് കണ്ടക്ട് ചെയ്യുക, ഇൻസ്പെക്ഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യുക, എക്സ്പെൻസുകൾ ചെക്ക് ചെയ്യുക. അങ്ങനെ ബ്ലഡ് ബാങ്കിലുള്ള എല്ലാ ഓപ്പറേഷൻസിലും ഒക്കെ ഒരു ഇൻചാർജ് ഉള്ള ആളായിരിക്കും ബ്ലഡ് ബാങ്ക് മാനേജർ എന്ന് പറയുന്നത്. അപ്പൊ സെക്കൻഡ് ജോബ് റെസ്പോൺസിബിലിറ്റി ഏതാ? ഹി ഓർ ഷീ ഈസ് അറ്റ് ദ ഹെലം ഓഫ് ദ ഡെയിലി ഓപ്പറേഷൻസ് അറ്റ് ദ ബ്ലഡ് ബാങ്ക്, ചെക്കിംഗ് എക്സ്പെൻസസ്, conducting inspections and working with the third party services. The next നോക്കിയേ, third one, accountable for selecting, training and guiding task of personnel. അവിടെ ഫുൾ സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. അക്കൗണ്ടബിൾ എന്ന് വെച്ചാൽ ഉത്തരവാദിത്തമുള്ള ആളായിരിക്കും. ഫോർ സെലക്ടിങ്, സെലക്ട് ചെയ്യുന്നതില്, അതുപോലെ തന്നെ അവരെ ട്രെയിൻ ചെയ്യുന്നത്, അതുപോലെ ഗൈഡിങ് ടാസ്ക് ഫോർ പേഴ്സണൽ, ഉദ്യോഗസ്ഥരെയൊക്കെ അവർക്ക് വേണ്ട ഗൈഡിങ് ടാസ്കുകൾ പ്രൊവൈഡ് ചെയ്യുക, അവർക്ക് വേണ്ട ട്രെയിനിങ് നടത്തുക, അവരെ സെലക്ട് ചെയ്യുക, ഇതിനൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ആളായിരിക്കും ബ്ലഡ് ബാങ്ക് മാനേജർ. ഹി ഓർ ഷീ supervise and lead newly hired staff on the work they do and implement different rules and regulations of the company. Next നോക്കിയേ, he or she the supervise ചെയ്യാന്ന് വെച്ചാൽ എന്താ? What is the meaning supervise?
സൂപ്പർവൈസ് ചെയ്യുക, മേൽനോട്ടം വഹിക്കുക. അല്ലെ? ലീഡ് ചെയ്യുക. ന്യൂലി ഹിയർഡ്, പുതുതായി അപ്പോയിന്റ് ചെയ്യുന്ന സ്റ്റാഫുകള്, ആ സ്റ്റാഫുകള് അവർക്കുടെ ഡ്യൂട്ടീസിലൊക്കെ അവരെ ഒന്ന് സൂപ്പർവൈസ് ചെയ്യുക, അവരെ ലീഡ് ചെയ്യുക. ആൻഡ് ഇംപ്ലിമെന്റ്, അതുകൂടാതെ എന്ത് ചെയ്യണം, ഡിഫറെന്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദ കമ്പനി, ആ കമ്പനിയിലെ പല റൂൾസുകള്, നിയമങ്ങൾ, ആ റെഗുലേഷൻസുകളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുക. കണ്ടോ? ആൻഡ് ഇംപ്ലിമെന്റ്, നടപ്പിലാക്കുക. ഡിഫറെന്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദ കമ്പനി. ഇപ്പൊ ബ്ലഡ് ബാങ്കിലാണെങ്കിൽ അവിടെ ബ്ലഡ് ബാങ്കിലുള്ള റൂൾസ് റെഗുലേഷൻസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യാനൊക്കെ ഉത്തരവാദിത്തമുള്ള ഒരാളായിരിക്കും. ട്രെയിനിങ് ആർ ഗിവൺ, പിന്നെ അതുപോലെ ട്രെയിനിങ്ങുകളും നൽകാം. ട്രെയിനിങ്സ് ആർ ഗിവൺ, ട്രെയിനിങ്ങുകളും നൽകാം. അതാണ് തേർഡ് പോയിന്റിൽ വരുന്നത്. അക്കൗണ്ടബിൾ ഫോർ സെലക്ടിങ്, ട്രെയിനിങ് ആൻഡ് ഗൈഡിങ് ടാസ്ക് ഓഫ് പേഴ്സണൽ. പേഴ്സണൽ എന്ന് പറഞ്ഞാൽ ജോലിക്കാര്, അവിടുത്തെ ഉദ്യോഗസ്ഥര്, ഉദ്യോഗസ്ഥര്. He or she supervise and lead the newly hired staff on the work, and they do and implement the different rules and the regulations of the company. കമ്പനിയിലെ പല റൂൾസും റെഗുലേഷൻസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള അധികാരമുള്ള ഒരാളാണ് ട്രെയിനിങ്സ് ആർ ഗിവൺ, ട്രെയിനിങ്ങുകളും നൽകുക. നെക്സ്റ്റ് ഡ്യൂട്ടി എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റി വരുന്നതാണ്. ഫോർത്ത് വൺ, ഹി ഓൾസോ ഓവർസീസ് ആൻഡ് അസസ് ദ ഗ്രോസ് പെർഫോമൻസ് ഓഫ് ദ സ്റ്റാഫ്. ഓവർസീസ് ചെയ്യാന്ന് വെച്ചാൽ മേൽനോട്ടം വഹിക്കുക. അസസ് എന്ന് വെച്ചാൽ വിലയിരുത്തുക. ദ ഗ്രോസ് എന്ന് വെച്ചാൽ ഓവറോൾ, മൊത്തത്തിലുള്ള സ്റ്റാഫിന്റെ പെർഫോമൻസ് എങ്ങനെയാണ് അതിനെ വിലയിരുത്തുക, അതുപോലെ തന്നെ അതിന്റെ മേൽനോട്ടം വഹിക്കുക. He also oversees and assesses the gross performance of the staff and ensure that the files and the records are updated and properly stored. അതുകൂടാതെ നോക്കി, ആൻഡ് എൻഷുർ ചെയ്യാന്ന് വെച്ചാൽ ഉറപ്പുവരുത്തുക. ദ ഫയൽസ് ആൻഡ് റെക്കോർഡ്സ്, ഫയലുകളും അവിടെയുള്ള റെക്കോർഡുകളും ഒക്കെ ആർ അപ്ഡേറ്റഡ്, കറക്റ്റ് ആയിട്ട് ഓരോ ദിവസത്തെ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നോക്കണം. പിന്നെ അതുപോലെ തന്നെ ആൻഡ് പ്രോപ്പർലി സ്റ്റോർഡ്, ഇതൊക്കെ പ്രോപ്പറായിട്ട് കൃത്യമായിട്ട് നല്ല രീതിയിലൊക്കെ അത് സ്റ്റോർ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യവും ഉറപ്പുവരുത്തണം. അല്ലെങ്കിൽ അതിലൊക്കെ ഒന്ന് മേൽനോട്ടം വഹിക്കണം. ഓക്കെ. He also oversees and assesses the gross performance of the staff and ensure that files and records are updated and properly stored. ഫയൽസും റെക്കോർഡ്സുകളൊക്കെ അപ്ഡേറ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് കൃത്യമായിട്ട് അന്നുള്ളത് ഓരോ ഡെയിലി അത് അപ്ഡേറ്റ് ചെയ്തു എന്നുള്ളത് എൻഷുർ ചെയ്യണം, ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ അത് പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്തു എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. നെക്സ്റ്റ് ഒരു ഇത് പറയുന്നത് ജോബ് റെസ്പോൺസിബിലിറ്റി വരുന്നതാണ്. അപ്പാർട്ട് ഫ്രം ദ മാനേജ്മെന്റ് ഓഫ് ദ ബ്ലഡ് ബാങ്ക് സ്റ്റാഫ്, ബാങ്ക് എന്നാണ് കേട്ടോ, BANK, H ആണ് അവിടെ കിടക്കുന്നത്, കറക്റ്റ് ചെയ്യുക. അപ്പാർട്ട് ഫ്രം ദ മാനേജ്മെന്റ് ഓഫ് ബ്ലഡ് ബാങ്ക് സ്റ്റാഫ്, ബ്ലഡ് ബാങ്ക് സ്റ്റാഫിന്റെ മാനേജ്മെന്റിന് പുറമേ, പുറമേ എന്താണ്, ദ ബ്ലഡ് ബാങ്ക് മാനേജർ ഈസ് ഓൾസോ റെസ്പോൺസിബിൾ ഫോർ ഡെവലപ്പിംഗ് സെന്റർ പ്രോഗ്രാംസ്. അപ്പൊ ബ്ലഡ് ബാങ്ക് സ്റ്റാഫിന്റെ ആ മാനേജ്മെന്റിന് പുറമേ തന്നെ അദ്ദേഹത്തിന് എന്ത് കാര്യം കൂടി ഉള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഡെവലപ്പിംഗ് സെന്റർ പ്രോഗ്രാംസ്. ബ്ലഡ് ബാങ്കുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പ്രോഗ്രാംസുകളൊക്കെ കണ്ടക്ട് ചെയ്യുക. സച്ച് ആസ് ബ്ലഡ് ഡൊണേഷൻ മന്ത് പോലുള്ള പ്രോഗ്രാംസുകളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഓക്കെ. Apart from the management of the blood bank staff, blood bank സ്റ്റാഫിന്റെ മാനേജ്മെന്റിന് പുറമെ തന്നെ ബ്ലഡ് ബാങ്ക് മാനേജറിന് ഈ സെന്റർ പ്രോഗ്രാംസ്, ബ്ലഡ് ഡൊണേഷൻ മന്ത് പോലുള്ള സെന്റർ പ്രോഗ്രാംസുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി അദ്ദേഹത്തിനുണ്ട്. എന്നാ ബ്ലഡ് ഡൊണേഷൻ മന്ത് ഏത് മാസാന്നറിയോ? ബ്ലഡ് ഡൊണേഷൻ മന്ത് ഏത് മന്താന്നറിയോ? ബ്ലഡ് ഡൊണേഷൻ മന്ത് ജനുവരി ആണ് കേട്ടോ, ജനുവരി.
നാഷണൽ ബ്ലഡ് ഡൊണേഷൻ മന്ത് ആയിട്ട് അറിയപ്പെടുന്ന മന്ത് ജനുവരിയിലാണ്. അപ്പൊ അങ്ങനെയുള്ള ബ്ലഡ് ഡൊണേഷൻ മന്ത് പോലുള്ള പ്രോഗ്രാമുകൾ, അപ്പൊ ആ ഒരു മാസത്തില് അവിടെ ബ്ലഡ് ബാങ്കിന്റെ കീഴിൽ തന്നെ ഇങ്ങനെയുള്ള പ്രോഗ്രാംസുകൾ അവർക്ക് കണ്ടക്ട് ചെയ്യാം. അപ്പൊ അതിനകത്ത് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് അത് ആളുകൾക്കൊക്കെ ഒരു അവയർനെസ് പ്രോഗ്രാംസുകൾ നടത്താം, സെമിനാറുകൾ പോലുള്ള കാര്യങ്ങൾ, അങ്ങനെയൊക്കെ ഉള്ള അവർക്ക് അവയർനെസ് കൊടുക്കാനുള്ള പ്രോഗ്രാംസുകളൊക്കെ നടത്താൻ പറ്റും. ബ്ലഡ് ഡൊണേഷൻ മന്ത് പോലുള്ള പ്രോഗ്രാമുകളൊക്കെ കണ്ടക്ട് ചെയ്യുക, അതിനെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പൊ ഇത്രയും ആണ് ഈ ബ്ലഡ് ബാങ്ക് മാനേജറിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റി വരുന്നത് കേട്ടോ. ഓക്കെ, ഇതിനകത്ത് ചോദിക്കാം ജോബ് റെസ്പോൺസിബിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏതാണ് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതാണെന്ന് ചോദിക്കാം. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ബ്ലഡ് ബാങ്ക് മാനേജർ ജോബ് റെസ്പോൺസിബിലിറ്റീസ്? ഓക്കെ, അല്ലെങ്കിൽ നോട്ട് ഇൻക്ലൂഡഡ്, ഇൻക്ലൂഡ് ചെയ്യാത്ത ഏതാണെന്ന് ചോദിക്കാം. അപ്പൊ ഈ 5 പോയിന്റ്സും നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നെക്സ്റ്റ് വരുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ഉറപ്പുവരുത്തേണ്ടത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഉറപ്പുവരുത്തേണ്ടതെന്ന് ഫസ്റ്റ് നോക്കിയേ. ടു കീപ് പ്രോപ്പർ സിസ്റ്റം ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോൾ. നമ്മൾ പറഞ്ഞല്ലോ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോൾ ഏതൊക്കെയാ? നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞായിരുന്നു എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രിലിമിനറി ടെസ്റ്റുകള്, അതെങ്കിൽ അത് എന്തൊക്കെ കാര്യങ്ങളാ പറഞ്ഞത്? എന്തൊക്കെ കാര്യങ്ങളാ? പ്രീ ഡൊണേഷൻ നടത്തണം, പിന്നെ അവരുടെ ഏജ് നമ്മൾ പറഞ്ഞു, ഏജ് 65 ഇടയിലായിരിക്കണം എന്ന് പറഞ്ഞു. വെയിറ്റ് എത്രയായിരിക്കണം? വെയിറ്റ് 45 മുകളിലായിരിക്കണം. പിന്നെ അതുപോലെ അങ്ങനെയുള്ള ആ ഒരു മെയിൽസിനാണെങ്കിൽ നമ്മൾ പറഞ്ഞു 90 ദിവസം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡൊണേഷൻ പറ്റുള്ളൂ. ഫീമെയിൽസിനാണെങ്കിൽ 120 ഡേയ്സ് ഒക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു അതൊക്കെയാണ് ഈ ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോൾ വരുന്നത്. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ഈ ബ്ലഡ് ബാങ്ക് ചെയ്യുന്നുണ്ടോ? ആ കാര്യങ്ങൾ അനുസരിച്ചിട്ടാണോ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ? ഒരാൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വന്നാൽ ഇങ്ങനെ ആ പ്രോട്ടോകോൾ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നോക്കിയിട്ടൊക്കെയാണോ ചെയ്യുന്നത് എന്നുള്ള കാര്യമൊക്കെ ഉറപ്പുവരുത്തേണ്ടത് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്താണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എൻഷുർ ചെയ്യുക, ഉറപ്പുവരുത്തേണ്ട, അത് സംരക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. ഇങ്ങനെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോള് ഈ ബ്ലഡ് ബാങ്ക് അത് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം എൻഷുർ ചെയ്യണം. എൻഷുർ ചെയ്യാന്ന് വെച്ചാൽ ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ സംരക്ഷിക്കുക എന്നുള്ള മീനിങ്. നെക്സ്റ്റ് വരുന്നത് വെരിഫൈ ഇൻസിഡൻസ് ഫോംസ് റിലേറ്റഡ് ടു ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ, പ്രോപ്പർ മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ്. വെരിഫൈ ഇൻസിഡൻസ് ഫോം റിലേറ്റഡ് ടു ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ. ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫോമുകൾ വെരിഫൈ ചെയ്യുക, ഫോമുകൾ പരിശോധിക്കുക. അപ്പൊ നമ്മൾ അവിടെ കുറച്ച് ഫോമുകളും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഫോംസുകളൊക്കെ കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്യുന്നില്ലേ, അല്ലെങ്കിൽ അങ്ങനെയുള്ളത് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഫോമുകൾ വെരിഫൈ ചെയ്യുക. പിന്നെ പ്രോപ്പർ മെയിൻ്റെനൻസ് ഓഫ് റെക്കോർഡ്സ്, റെക്കോർഡ്സുകളൊക്കെ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുക. ഓക്കെ, മെയിൻ്റെനൻസ് ഓഫ് റെക്കോർഡ്സ്. ഇനി നെക്സ്റ്റ് വരുന്നത് തേർഡ് വൺ, പ്രോപ്പർ സ്റ്റോറേജ് ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്ട്സ്. ബ്ലഡും ബ്ലഡ് പ്രോഡക്റ്റും പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്യുക അല്ലെ. അത് ഈ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യം തന്നെയാണ്. അവിടെ ബ്ലഡ് ബാങ്കിൽ എല്ലാം ബ്ലഡും ബ്ലഡ് പ്രോഡക്ട്സ് ഒക്കെ ആയിട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ടോ, എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ടോ എന്നുള്ളതും ഉറപ്പുവരുത്തണം. പ്രോപ്പർ സ്റ്റോറേജ് ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്ട്സ്. ഇനി നെക്സ്റ്റ് വരുന്നത് ഫോർത്ത് വൺ, ഡിപ്പാർട്ട്മെന്റ് ഈസ് കൺട്രോൾഡ്. തേർഡ് വൺ അല്ലേ, ഡിപ്പാർട്ട്മെന്റ് ഈസ് കൺട്രോൾഡ് ബൈ വെൽ ട്രെയിൻഡ് ആൻഡ് ക്വാളിഫൈഡ് പേഴ്സണൽ. ഓക്കെ, ഈ ഡിപ്പാർട്ട്മെന്റിന്റെ, ഈ ബ്ലഡ് ബാങ്ക് ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതല അല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്യുന്നത് വെൽ ട്രെയിൻഡ്, നന്നായിട്ട് ട്രെയിനിങ് ലഭിച്ചിട്ടുള്ള ആൻഡ് ക്വാളിഫൈഡ് പേഴ്സണൽ, ക്വാളിഫിക്കേഷൻ ഉള്ളത്, നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള നല്ല ട്രെയിനിങ് കിട്ടിയ ഉദ്യോഗസ്ഥരാണ് ഈ ഡിപ്പാർട്ട്മെന്റ് കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. എങ്കിലല്ലേ അവര് അത്
അവർക്ക് എങ്ങനെയൊക്കെ ചെയ്യണം അതുമായിട്ട് ബന്ധപ്പെട്ട നല്ല ട്രെയിനിങ് കിട്ടിയിട്ടുള്ളതും നല്ല ബ്ലഡ് ബാങ്കുമായിട്ട് തന്നെ നല്ല എന്താ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ തന്നെയായിരിക്കണം, നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ തന്നെയായിരിക്കണം അവിടെ കൺട്രോൾ ചെയ്യേണ്ടത്. എങ്കിലാണ് പ്രോപ്പർ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ നമ്മൾ വേറൊരു ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുന്ന ആളുകൾക്കാണെങ്കിലും ഈ ബ്ലഡ് ബാങ്കിലെ കാര്യങ്ങളും ഫുള്ളായിട്ട് അറിയണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആ ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതല അതില് നന്നായിട്ട് ട്രെയിൻ കിട്ടിയിട്ടുള്ളതും നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ള കാര്യം എൻഷുർ ചെയ്യണം, ഉറപ്പുവരുത്തണം. നെക്സ്റ്റ് വരുന്നതാണ് ലാസ്റ്റ് പോയിന്റ്, മേക്ക് അറേഞ്ച്മെന്റ് ഫോർ മീറ്റിംഗ് ടു ഐഡന്റിഫൈ ആൻഡ് സെറ്റിൽ ഡിപ്പാർട്ട്മെന്റൽ ഇഷ്യൂസ്. ഇനി നോക്കിയാൽ ഡിപ്പാർട്ട്മെന്റിൽ പല പ്രശ്നങ്ങളും വരാം, ഇഷ്യൂസുകളും ഉണ്ടാവാം. അപ്പൊ അതിനെ ഐഡന്റിഫൈ ചെയ്യണം, എന്തൊക്കെയാണ് അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതിനെ ഐഡന്റിഫൈ ചെയ്യണം. അതുപോലെ തന്നെ അതിനെ സെറ്റിൽ ചെയ്യണം. എന്താണ് പ്രോബ്ലം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അതിനെ സെറ്റിൽ ചെയ്യണം, അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള മീറ്റിങ്ങുകൾ അറേഞ്ച് ചെയ്യുക. മേക്ക് അറേഞ്ച്മെന്റ്സ് ഫോർ മീറ്റിംഗ് ടു ഐഡന്റിഫൈ ആൻഡ് സെറ്റിൽ ഡിപ്പാർട്ട്മെന്റൽ ഇഷ്യൂസ്. ഡിപ്പാർട്ട്മെന്റിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അത് സെറ്റിൽ ചെയ്യാനും അതിന് ഒരു പരിഹാരം കാണാനും ഒക്കെ ഉള്ള മീറ്റിങ്ങുകൾ, അതിന് വേണ്ടിയിട്ടുള്ള മീറ്റിങ്ങുകൾ അറേഞ്ച് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഓൾസോ ടു റിവൈസ് എക്സിസ്റ്റിംഗ് പോളിസീസ്. നിലവിലുള്ള പോളിസീസ് നയങ്ങൾ അത് റിവൈസ് ചെയ്യുക. അപ്പൊ അവിടെ എങ്ങനെയാണ്, ഇവിടെ നിലവിൽ എങ്ങനെയാണ് അത് ഫോളോ ചെയ്യുന്നത്, അപ്പൊ അതൊക്കെ അനുസരിച്ച് വേണം അതിനൊരു നമുക്കൊരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട്. അപ്പൊ അതിനോടൊപ്പം തന്നെ എന്താ പറഞ്ഞേക്കണേ, ഓൾസോ ടു റിവൈസ് എക്സിസ്റ്റിംഗ് പോളിസീസ്. നിലവിലുള്ള പോളിസീസ് നയങ്ങൾ റിവൈസ് ചെയ്യുക. അപ്പൊ ഇത്രയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എൻഷുർ ചെയ്യേണ്ടത്. ഓക്കെ, ഐശ്വര്യ ഫസ്റ്റത്തെ 2 പോയിന്റ് ഒന്ന് വായിക്കോ? ഐശ്വര്യ ശിവ. മാം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയ്യേണ്ടത് to keep proper system of blood transfusion protocol. Then second one, verify incident forms related to transfusion reaction, proper maintenance of records. proper maintenance of record. Okay, next Sunita. Yes, ma'am. അടുത്ത 2 പോയിന്റ് വായിച്ചേ. Proper storage of blood and blood products. Next, Okay. department is controlled by well-trained and qualified personnel. ഓക്കെ, വെൽ ട്രെയിൻഡ് ആയിട്ടുള്ളതും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് ഡിപ്പാർട്ട്മെന്റ് കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ള കാര്യം എൻഷുർ ചെയ്യണം. നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ്, എൽമ എൽദോസ്. Make arrangements for meetings to identify and settle departmental issues, also to revise existing policies. അപ്പൊ നമ്മള് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാകുന്ന ഇഷ്യൂസ് ഒക്കെ അത് സെറ്റിൽ ചെയ്യാനും അത് ഐഡന്റിഫൈ ചെയ്യാനും വേണ്ടിയിട്ടുള്ള മീറ്റിങ്ങുകൾ അറേഞ്ച് ചെയ്യുക. അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് പോളിസീസ് നിലവിലുള്ള നയങ്ങൾ റിവൈസ് ചെയ്യുക. ഇന്നിപ്പോ പഠിച്ചത് 3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് എപ്പോഴാണ് ഏതൊക്കെ സിറ്റുവേഷനിലാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്നതെന്ന് പറഞ്ഞു. നെക്സ്റ്റ്, ജോബ് റെസ്പോൺസിബിലിറ്റി ഓഫ് എ ബ്ലഡ് ബാങ്ക് മാനേജർ, അദ്ദേഹത്തിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റി എന്താണ്. നെക്സ്റ്റ്, തേർഡ് നമ്മൾ പറഞ്ഞത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് എൻഷുർ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എൻഷുർ ചെയ്യേണ്ടത്, ഉറപ്പുവരുത്തേണ്ടത് അല്ലെങ്കിൽ സംരക്ഷിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഇത് 3ഉം ക്ലിയർ ആയോ? ക്ലിയർ ആണോ? ക്ലിയർ ആണ് മാം. ഓക്കെ, നമുക്ക് ഈ ചാപ്റ്ററിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് എഴുതാം കേട്ടോ. ഓക്കെ, ബുക്ക് എടുത്തോ. ഇന്ന് ഇപ്പൊ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇന്ന് ഇടും കേട്ടോ. ഇന്ന് സെൻഡ് ചെയ്യും, നാളത്തേക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പോ 15 ക്വസ്റ്റ്യനോളം ഉണ്ടാവും, 3 ക്ലാസ്. അപ്പൊ നിങ്ങൾ അത് ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, ക്ലാസ് റൂമിൽ ഏതിലാണ് അത് ഇടുന്നത്? ആ ക്വസ്റ്റ്യൻസ് ഒക്കെ അതുപോലെ ടീച്ചേഴ്സിന്റെ നോട്ടൊക്കെ ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല, അതാ ചോദിക്കണേ. അതെ, ബാക്കി നിങ്ങൾക്കൊക്കെ കിട്ടിയോ? നോട്ട്സ് കിട്ടിയല്ലോ.
കിട്ടി Google ക്ലാസ് Classroom വർക്ക് എന്ന് പറഞ്ഞ ഒരു ഇതിന്റെ download അകത്ത് ചെയ്താൽ മതി. ഓപ്പൺ ചെയ്യുമ്പോ അതിന്റെ അകത്തുണ്ട്. Google Classroom. ഇങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മൾ ഓരോ Class ചാപ്റ്റർ work-ലെ നിങ്ങൾക്ക് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇടുന്നു. ഇത് കഴിയും, നമ്മുടെ ചാപ്റ്റർ കഴിയുമല്ലോ. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. നാളത്തേക്ക് ഒന്ന് നോക്കട്ടോ, ഇല്ലെങ്കിൽ ഒന്ന് ഓഫീസുമായിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്യോ എന്താന്ന് വെച്ചാൽ ചെയ്യട്ടോ. ഓക്കെ, ആ ശരി. പിന്നെ ഓപ്പൺ ആക്കാൻ പറ്റാത്തതാണോ എന്താണെന്ന് അറിയില്ലല്ലോ. സെപ്പറേറ്റ് ഇട്ട് തരുന്നുണ്ടോ? ഇതുവരെ കിട്ടിയിട്ടില്ല. ക്വസ്റ്റ്യൻസ് ആണോ? ഇല്ല, ടീച്ചേഴ്സിന്റെ നോട്ട് സെപ്പറേറ്റ് തന്നു. നിങ്ങൾക്ക് ഇംഗ്ലീഷ് അല്ലേ അങ്ങനെ തരുന്നുള്ളൂ. ഇതിപ്പോ പ്രിന്റഡ് നോട്ടാണ് നമ്മൾ പഠിക്കുന്നത്. പിന്നെ എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളിപ്പോ തന്നെ ക്ലാസ്സിൽ തന്നെ നോട്ടിലേക്ക് നമ്മൾ നോട്ട് ചെയ്ത് പോകുന്നുണ്ടല്ലോ. വേറെ ഇനിയിപ്പോ നിങ്ങൾക്ക് ഇതിന് എന്താ പറയാ, വേറെ നോട്ട്സ് ഇടുന്നില്ല. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഓരോ ക്ലാസ് വൈസ് തന്നെ ഒരു 10-15 ക്വസ്റ്റ്യൻസോളം ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ അതിനെ ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ആ ചാപ്റ്റർ ഒക്കെ ഒന്ന് വായിച്ചു നോക്കുക. നമ്മൾ എടുത്ത ചാപ്റ്റർ വായിച്ചിട്ട് എത്രത്തോളം നമുക്ക് ആ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് നോക്കുക കേട്ടോ. ഓക്കെ, അതിനകത്ത് ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നോടെ ഈ പ്രിന്റഡ് നോട്ട് വെച്ചൊന്ന് വെരിഫൈ ചെയ്തിട്ട് ആൻസേഴ്സ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഇന്നത്തേക്ക് ഞാനിവിടെ ഇന്ന് കൊടുക്കും. അപ്പൊ നാളത്തേക്ക് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഫസ്റ്റ് വൺ, which of the following is not a function of blood bank? Which of the following is not a function of blood bank? ബ്ലഡ് ബാങ്കിന്റെ ഫംഗ്ഷൻ അല്ലാത്തത് ഏതാണെന്ന് കേട്ടോ. ഓപ്ഷൻസ് എഴുതിക്കോ. ഓപ്ഷൻസ്, ഓപ്ഷൻ എ എഴുതാം, ഇൻവെന്ററി, INVENTORY, ഇൻവെന്ററി ആൻഡ് സ്റ്റോക്ക് മാനേജ്മെന്റ്, inventory and stock management of blood and its elements. Blood and its elements. Blood and its elements. 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 ഒന്നുകൂടി പറയോ? ഇൻവെന്ററി, INVENTORY. നമ്മുടെ ആ ഫങ്ഷൻസിൽ വരുന്ന ഒരു പോയിന്റ് തന്നെയാണിത്. ഇൻവെന്ററി ആൻഡ് സ്റ്റോക്ക് മാനേജ്മെന്റ് ഓഫ് ബ്ലഡ് ആൻഡ് ഇറ്റ്സ് ഇലമെന്റ്സ്. ഫങ്ഷൻസ് ഇതിനകത്ത് വരുന്ന ഒരു പോയിന്റ്. ഇവിടെ എത്രാമത്തെ ആയിട്ടാണ് കിടക്കുന്നത്? 6th പോയിന്റ് ഇവിടെ തന്നേക്കുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഓപ്ഷൻ ബി എഴുതിക്കോ. Evaluation of immunological 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 suitability between. excuse me ma'am, അങ്ങോട്ട് പറയൂ. Okay, evaluation of immunological 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 suitability between SUITABILITY suitability between donor and patient. Okay ma'am.
ഓക്കെ, ഓപ്ഷൻ സി എഴുതാം. ടു കോൺട്രിബ്യൂട്ട്, ടു കോൺട്രിബ്യൂട്ട്, CONTRIBUTE, ടു കോൺട്രിബ്യൂട്ട്. A reduction, REDUCTION, reduction in the incidence of, reduction in the incidence, INCIDENCE, incidence of hospital infection, incidence. ക്ലിയർ ആയില്ല മാം, ഇപ്പൊ പറഞ്ഞ ക്ലിയർ ആയില്ല. നോൺ To contribute a reduction in the incidence, സംഭവങ്ങൾ INCIDENCE, of incidence of hospital infection, INFECTION, hospital infection. Option D എഴുതാം. All of the above, all of the above. ഇതിനകത്ത് ഏതാണ് ഫംഗ്ഷൻ അല്ലാത്ത? റിഡക്ഷൻ ഇൻ ദ ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ. മറ്റേത് രണ്ടും നമ്മൾ ആ ഫംഗ്ഷൻസിൽ വരുന്ന 2 പോയിന്റ് തന്നെയാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. Evaluation of immunological suitability between donor and patient, inventory and stock management of blood and its elements. ഇത് രണ്ടും നമ്മുടെ ഫംഗ്ഷൻസ് ആണ്, ബ്ലഡ് ബാങ്കിന്റെ ഫംഗ്ഷൻസിൽ വരുന്നതാണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ സി ആണ്. ക്ലിയർ അല്ലേ? സെക്കൻഡ് ക്വസ്റ്റ്യൻ എഴുതാം. ക്ലിയർ ആണെന്ന്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഇത് ഞാൻ പറഞ്ഞില്ല എന്ന് എനിക്ക് തോന്നുന്നു. ബ്ലഡിനെ കുറിച്ചുള്ള സ്റ്റഡി ഇതൊന്ന് എഴുതിക്കോ കേട്ടോ. ദ സ്റ്റഡി ഓഫ് ബ്ലഡ് ഈസ് called dash. The study, STUDY. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. The study of blood is called dash. ബ്ലഡിനെ കുറിച്ചുള്ള പഠനം. ഓപ്ഷൻസ് ഞാൻ പറയാം. ഓപ്ഷൻ എ എഴുതാം. ഡെർമാറ്റോളജി, ഡെർമറ്റോളജി, DERMATOLOGY, ഡെർമറ്റോളജി. നെക്സ്റ്റ് ഓപ്ഷൻ ബി എഴുതൂ. ന്യൂറോളജി, NEUROLOGY, ന്യൂറോളജി. ഓപ്ഷൻ സി എഴുതാം. നെഫ്രോളജി, NEPHROLOGY, നെഫ്രോളജി. നെക്സ്റ്റ് ഓപ്ഷൻ ഡി എഴുതാം. ഹെമറ്റോളജി, HEMATOLOGY. ഓപ്ഷൻ ഡി അല്ലേ ആൻസർ? ഓപ്ഷൻ ഡി ഹെമറ്റോളജി. ഹെമറ്റോളജി. ഓപ്ഷൻ എ ഡെർമറ്റോളജി, DERMATOLOGY. ഓപ്ഷൻ ഡി ഒന്നുകൂടി പറയോ? ഓപ്ഷൻസ് ഞാൻ എല്ലാം ഒന്നുകൂടി പറയാം, ഒന്നുകൂടെ ശ്രദ്ധിക്കാം. ദ സ്റ്റഡി ഓഫ് ബ്ലഡ് ഈസ് കോൾഡ് ഡാഷ്, അതായിരുന്നു ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ വരുന്നത് ഡെർമറ്റോളജി, DERMATOLOGY, ഡെർമറ്റോളജി, ഡെർമറ്റോളജി. ഓപ്ഷൻ ബി ന്യൂറോളജി, NEUROLOGY, ന്യൂറോളജി. നെക്സ്റ്റ് ഓപ്ഷൻ സി നെഫ്രോളജി, നെഫ്രോളജി, NEPHROLOGY. Okay, nephrology. Next option D, hematology, HEMATOLOGY. ഓക്കെ, ഓപ്ഷൻസ് കിട്ടിയില്ലേ? ഓപ്ഷൻസ് കിട്ടിയോ? കിട്ടി. ഇതിനകത്ത് ബ്ലഡിനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന ഹെമറ്റോളജി എന്നാണ് കേട്ടോ. ഹെമറ്റോളജി. ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഹെമറ്റോളജി, ഹെമറ്റോളജി. അപ്പൊ ഡെർമറ്റോളജി എന്താ? സ്കിൻ ഡിസീസ് അല്ലേ മാം?
സ്കിന്നിനെ കുറിച്ചുള്ള പഠനമാണ് ഡെർമറ്റോളജി. Dermatology. സ്റ്റഡിയോ നാഡി ന്യൂറോളജി. നെക്സ്റ്റ് നെഫ്രോളജിയോ കരളിനെ സ്റ്റഡിയോ കരളിന്റെ കിഡ്നിനെ കുറിച്ചുള്ള പഠനം ഡിസീസസ്. ഓക്കെ, ഇതിനെ കുറിച്ചുള്ള കിഡ്നിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് നെഫ്രോളജി. ലാസ്റ്റ് ഓപ്ഷൻ ഡി പറഞ്ഞത് ഹെർമറ്റോളജി. ഹെർമറ്റോളജി സ്റ്റഡി ഓഫ് ബ്ലഡ്. അത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഓപ്ഷൻ സി അല്ല, ഓപ്ഷൻ തേർഡ് ക്വസ്റ്റ്യൻ ഹു കംസ് അണ്ടർ ഓർഗാനോഗ്രാമി എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹു കംസ് അണ്ടർ ടെക്നിക്കൽ സൂപ്പർവൈസർ? ഹു കംസ് അണ്ടർ? ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതുമ്പോൾ അതിന്റെ ഒപ്പം തന്നെ പഠിച്ചു പോവാട്ടോ. പിന്നീട് ഇത് പഠിക്കേണ്ട ഒരു ഇത് വേണ്ട. ഇപ്പൊ തന്നെ ഓരോന്ന് എഴുതുമ്പോൾ നിങ്ങൾ അതിനോടൊപ്പം തന്നെ പഠിച്ചു പോകാം. ഹു കംസ് അണ്ടർ ടെക്നിക്കൽ സൂപ്പർവൈസർ? Who comes under technical supervisor? Options പറയാം. ടെക്നീഷ്യൻ. ഓപ്ഷൻ എ ടെക്നീഷ്യൻ, TECHNICIAN, ടെക്നീഷ്യൻ. ഓപ്ഷൻ BTO, ക്യാപിറ്റൽ ലെറ്റേഴ്സ് എഴുതുക. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ, അതിന്റെ ഷോർട്ട് ഫോം ആണ് BTO. ഓപ്ഷൻ സി എഴുതുക ക്ലർക്സ്, ക്ലർക്കുകൾ, CLERKS, ക്ലർക്സ്. നെക്സ്റ്റ് ഓപ്ഷൻ ഡി അസിസ്റ്റന്റ് ടെക്നീഷ്യൻ. ഏതാണ്? ഹു കംസ് അണ്ടർ ദ ടെക്നിക്കൽ സൂപ്പർവൈസർ? ക്ലർക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒന്നുകൂടി പറയാമോ? കട്ടായി പോയായിരുന്നു. തേർഡ് ക്വസ്റ്റ്യൻ പറഞ്ഞത് ഹു കംസ് അണ്ടർ ടെക്നിക്കൽ സൂപ്പർവൈസർ? മെഡിക്കൽ ഡയറക്ടർ, HOD. ടെക്നിക്കൽ സൂപ്പർവൈസർ. ഓപ്ഷൻ സി ഒന്നുകൂടി പറയാം. ഓപ്ഷൻ എ ടെക്നീഷ്യൻ, ഓപ്ഷൻ ബി BTO, ഓപ്ഷൻ സി ക്ലർക്സ്, ഓപ്ഷൻ ഡി അസിസ്റ്റന്റ് ടെക്നീഷ്യൻ. ആൻസർ ഏതായിരുന്നു? മാം ഓപ്ഷൻ ബി എന്തായിരുന്നു? ഓപ്ഷൻ ബി BTO, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ, BTO. ഓപ്ഷൻ സി ക്ലർക്സ്, ഓപ്ഷൻ ഡി അസിസ്റ്റന്റ് ടെക്നീഷ്യൻ. ഓക്കെ, ഏതാണ് വരുന്നത്? ടെക്നിക്കൽ സൂപ്പർവൈസറിന്റെ കീഴിൽ വരുന്ന ആരായിരുന്നു? ക്ലർക്ക്. അത് ഓപ്ഷൻസ് നിങ്ങൾ നോക്കാം. ടെക്നിക്കൽ സൂപ്പർവൈസറിന്റെ കീഴിൽ ക്ലർക്സ്, നേഴ്സസ്, PRO, പബ്ലിക് റിലേഷൻ ഓഫീസർ, ഇതെല്ലാം ടെക്നിക്കൽ സൂപ്പർവൈസറിന്റെ കീഴിൽ വരുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഏതാണോ ഓപ്ഷൻസ് നോക്കിയിട്ട് എഴുതുക. ഇതിനകത്ത് ക്ലർക്സ് എന്നായിരുന്നു, അപ്പൊ അതുകൊണ്ട് അത് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എഴുതാം. Which is the most common blood group? Which is the most common blood group? ഏത് ബ്ലഡ് ഗ്രൂപ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ? ലീസ്റ്റ് ബ്ലഡ് ഗ്രൂപ്പ് ഏതാ? അത് എഴുതണ്ട. ഏതായിരുന്നു ലീസ്റ്റ്? AB നെഗറ്റീവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഡാഷ് സെൽസ് help in fighting infection? എന്തായിരുന്നു? ഡാഷ് സെൽസ്. എന്നോട് പറയൂ, ക്ലിയർ അല്ല. ക്വസ്റ്റ്യൻ ആണോ? ആ ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഇത് എത്രാമത്തെ? 5th ക്വസ്റ്റ്യൻ എഴുതണേ. ഡാഷ് സെൽസ് help in fighting infection? ഏത് സെല്ലാ? WBC. White blood cells, WBC. Next question. What is
the scientific name of RBC? What is the scientific name of RBC? Erythrocytes. Okay, very good. Erythrocytes. THRO. Erythrocytes. മിസ് മനസ്സിലാവണില്ല എല്ലാവരോടും പറഞ്ഞിട്ട്. മേഡം ഒന്നുകൂടെ പറയൂ എന്റെ ആൻസർ. എറിത്രോസൈറ്റ്സ് പഠിച്ചില്ലേ നിഷ? നമ്മൾ 3 പഠിച്ചത്. RBCയുടെ പറഞ്ഞു, WBCയുടെ പറഞ്ഞു, പ്ലേറ്റ്ലെറ്റ്സിന്റെ പറഞ്ഞു. 3ന്റെ സയന്റിഫിക് നെയിം പഠിക്കണം കേട്ടോ. അതിനകത്ത് ഇവിടെ എക്സാമിൽ ചോദിച്ചത് സയന്റിഫിക് നെയിം ഓഫ് RBC ആയിരുന്നു ചോദിച്ചത്. RBCയുടെ സയന്റിഫിക് നെയിം എറിത്രോസൈറ്റ്സ്. ERYTHROCYTES. എറിത്രോസൈറ്റ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പിന്നെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ അധികം ഇട്ടിട്ടില്ല. അത് നിങ്ങൾ അത് നോക്കിയാൽ മതി. അല്ലാത്ത ക്വസ്റ്റ്യനാണ് കേട്ടോ. നെക്സ്റ്റ് എഴുതിക്കോ. Which of the following are the task TASKS task? എന്താ മാം? ക്ലിയർ ആവുന്നില്ല മാം, ഒന്നുകൂടെ പറയോ? ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം. Which of the following are the task TASKS ആറ് കഴിഞ്ഞിട്ട് ക്ലിയർ ആവാത്തെ. the TH are the task TASKS ആദ്യ task of blood bank. ഓക്കെ മാം. Okay, options എഴുതിക്കോ. blood collection, B testing, option B testing, TESTING testing, option C separation, SEPARATION separation, option D all of the above. All of the above. All of the above. ഏതാ വരുന്ന ടാസ്കുകൾ? ഓപ്ഷൻ ഡി. ബ്ലഡ് ബാങ്കിലെ ടാസ്കുകൾ വരുന്നതാണ് കേട്ടോ. ഓൾ ഓഫ് ദ എബോവ്. പിന്നെ നിങ്ങൾ ഇത് മോക്ക് ടെസ്റ്റിൽ ഇട്ടതാണ്, എഴുതണ്ട. ആവറേജ് പേഴ്സൺ ക്യാരീസ് ഓൾമോസ്റ്റ് ഡാഷ് ലിറ്റേഴ്സ് ഓഫ് ബ്ലഡ്. എത്ര ലിറ്ററാ പറഞ്ഞേ? 5 liter. നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. വാട്ട് ഈസ് ആന്റികോയാഗുലന്റ്? മോക്ക് ടെസ്റ്റ് നോക്കിയവർക്ക് അറിയാം. ആ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നില്ലേ? ആന്റികോയാഗുലന്റ് ഇട്ടില്ലായിരുന്നോ? ഇല്ല മാം. ഇല്ല. എന്നാ എഴുതിക്കോ കേട്ടോ. ക്വസ്റ്റ്യൻ എഴുതിക്കോ. What is anticoagulant? ഇതിനകത്ത് താഴെ 3 ഓപ്ഷൻസ് ഉണ്ട്. അതില് ആന്റികോയാഗുലന്റ് പറയാട്ടോ. ആന്റികോയാഗുലന്റ് ക്വസ്റ്റ്യൻ ഇത് നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്തവർക്ക് ആരും അത് ഇട്ടിട്ടില്ല? ക്വസ്റ്റ്യൻ ഇട്ടില്ലായിരുന്നോ? ഞാൻ ഇതിന്റെ മോക്ക് ടെസ്റ്റ് ഇട്ടിട്ടില്ലല്ലോ. ഇന്നല്ലേ വിടുള്ളൂ. സോറി. ഇപ്പൊ നിങ്ങക്ക് ഓരോ ചാപ്റ്റർ വൈസ് തരുന്നത്. അപ്പൊ ഇന്ന് നിങ്ങക്ക് അത് ഉണ്ടായിരിക്കും. ഓക്കെ, ഇനിയിപ്പോ എഴുതിക്കോ. എന്തായാലും എഴുതിക്കോ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ആന്റികോയാഗുലന്റ്?
ഫസ്റ്റ് ഓപ്ഷൻ എഴുതിക്കോ. ലിക്വിഡ് സ്പെല്ലിംഗ് ഒന്ന് പറയോ മാം? ആ സ്പെല്ലിംഗ് ഒന്ന് പറയോ ആന്റി? ANTICOAGULANT, anticoagulant. ANTICOAGULANT. ആന്റികോയാഗുലന്റ് എന്ന് പറഞ്ഞ എന്താ? ബ്ലഡ് ക്ലോട്ട് ക്ലോട്ട് ആവാതിരിക്കാനുള്ളതാണ് കേട്ടോ. ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഡ്രഗാണ് ആന്റികോയാഗുലന്റ് എന്ന് പറയുന്നത്. ഓക്കെ, എനിക്ക് ഓപ്ഷൻ എഴുതാം. ലിക്വിഡ് വിച്ച് സ്റ്റോപ്പ് ബ്ലീഡിങ്. ക്ലിയർ ആയില്ല മാം? ലിക്വിഡ് വിച്ച് സ്റ്റോപ്പ് ബ്ലീഡിങ്. ലിക്വിഡ് വിച്ച് സ്റ്റോപ്പ് ബ്ലീഡിങ്. സ്റ്റോപ്പ് ബ്ലീഡിങ്. ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ലിക്വിഡ്. ലിക്വിഡ് വിച്ച് സ്റ്റോപ്പ് ബ്ലീഡിങ്. ഓപ്ഷൻ ബി എഴുതാം. കെമിക്കൽ വിച്ച് പ്രിവെന്റ് ബ്ലീഡിങ്. PREVENT, prevent bleeding. Chemical which prevent bleeding. Next, option C എഴുതാൻ. Option C, salt, SALT, salt that allow blood to flow. മാം ഈ ഓപ്ഷൻ സി ഒന്നും കൂടി പറയോ? Option C, salt, SALT, salt that allow blood to clot. CLOT. Salt that allow blood to clot. Option D എഴുതാൻ. None of the above. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാ ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ഒന്ന്, എല്ലാ ഓപ്ഷൻസ് 3 ഓപ്ഷൻസ് ഒന്ന് നോക്കിയേ. ആന്റികോയാഗുലന്റ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാൻ സഹായിക്കുന്ന ഒരു ഡ്രഗാണ്. ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാൻ. അപ്പൊ നിങ്ങൾ നോക്കിയ ഓപ്ഷൻ നോക്കിയ ലിക്വിഡ് വിച്ച് സ്റ്റോപ്പ് ബ്ലീഡിങ്. ശരിയാണോ? ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ബി ആണോ എന്ന് നോക്കി ഒന്നുകൂടെ. അതായത് പറയാ ഒരു ഇച്ചിരി കൺഫ്യൂഷൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ലിക്വിഡ് വിച്ച് സ്റ്റോപ്പ് ബ്ലീഡിങ്. ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യുന്നത്, ബ്ലഡ് കട്ടയാവാതിരിക്കാൻ സഹായിക്കുന്നത്. കെമിക്കൽ വിച്ച് പ്രിവെന്റ് ബ്ലീഡിങ് തടയുന്നത്, കെമിക്കൽ. സോൾട്ട് ദാറ്റ് അലോ ബ്ലഡ് ടു ക്ലോട്ട്. ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ അനുവദിക്കുന്ന സോൾട്ട്. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദ എബോവ്. ആന്റികോയാഗുലന്റ് എന്ന് വെച്ചാൽ ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാൻ സഹായിക്കുന്നതാണ്. പ്രിവെന്റ് ബ്ലീഡിംഗ് എന്ന് പറഞ്ഞാൽ ബ്ലീഡിങ് പ്രിവെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ക്ലോട്ട് ആവാനല്ലേ? ക്ലോട്ട് ചെയ്യാന്നുള്ള മീനിങ് അല്ല അതിനകത്ത് വരുന്ന. ബ്ലീഡിങ്ങിനെ തടയുന്നു. പിന്നെ സ്റ്റോപ്പ് ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പോഴും ബ്ലഡ് കട്ടയാവുക എന്നുള്ള മീനിങ് അല്ലേ വരുന്നത്. പിന്നെ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ അലൗ ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് ഏതാ വരുന്നത്? ഇത് 3ഉം സെയിം മീനിങ് തന്നെയല്ല വരുന്നത്. മറ്റത് നമ്മൾ എന്താ പറഞ്ഞ ആന്റികോയാഗുലന്റ് എന്ന് വെച്ചാൽ ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാൻ സഹായിക്കുന്നതാണ്. അപ്പൊ അതിനകത്ത് ഏതാ ഓപ്ഷൻ ഏത് വരും? ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പെട്ടെന്ന് ചാടി കയറി ആൻസർ നോക്കരുത്. ഓപ്ഷൻ ഡി ആണ്. നൺ ഓഫ് ദ എബോവ് ആണ് വരുന്നത് കേട്ടോ. ആന്റികോയാഗുലന്റ്. ആന്റികോയാഗുലന്റ് എന്താന്ന് ചോദിച്ചേക്കണം. അപ്പൊ ഇതിനകത്ത് ഒന്നും വന്നതല്ല. നൺ ഓഫ് ദ എബോവ് എന്ന് എഴുതിയാൽ മതി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാം നിങ്ങൾക്ക്. ഓക്കെ, ഇപ്പോ ഇന്നത്തേക്ക് നമുക്ക് ഇട്ടിട്ടുണ്ട്. അപ്പൊ പിന്നെ ആ ക്വസ്റ്റ്യൻ വേണ്ട. ജോബ് റെസ്പോൺസിബിലിറ്റി അത് വേണ്ട. അടുത്ത എഴുതിക്കോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. ആന്റിജൻ present in group A is dash. Antigen present in group A is dash.
എ ഗ്രൂപ്പ്. ആന്റിജൻ ഏതാ? എ ആയിരിക്കും. ആന്റിജൻ ഓക്കെ, ആന്റിജൻ എ സെയിം തന്നെ. ഓരോ ഗ്രൂപ്പിന്റെയും സെയിം ആന്റിജൻ ആയിരിക്കും. ആന്റിജൻ പ്രസന്റ് ഇൻ ഗ്രൂപ്പ് എ, ആന്റിജൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാം. ഡാഷ് ഈസ് dash is an inflammation. Dash is an inflammation of the liver. Dash is an inflammation of the liver. Option എഴുതാം. Option A hepatitis. 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 Option B hemophilia. HAEMOPHILIA. Hemophilia. Option C leukemia. LEUKAEMIA. Leukemia. LEUKAEMIA. Leukemia. Option D myocarditis. MYOCARDITIS. മിസ് ഒന്നുകൂടി പറയോ? MYOCARDITIS. Myocarditis. Inflammation of the liver. പഠിച്ചല്ലോ. ഏതാ? ഹെപ്പറ്റൈറ്റിസ്. Inflammation of the liver, hepatitis. Next exam, next question. Okay, who comes under technical supervisor? തന്നെ ചോദിച്ചേക്കുന്ന ഓപ്ഷൻസ് മാത്രം വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. സെയിം ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. Who comes under technical supervisor? ഓപ്ഷൻസ് എഴുതണം. ഓക്കെ. ക്വാളിറ്റി മാനേജർ അല്ലെങ്കിൽ ഓപ്ഷൻസ് കേട്ടാലും മതി. ഇനിയിപ്പോ നമ്മൾ ആദ്യം എഴുതിയതായതുകൊണ്ട് എഴുതണമെന്നില്ല. ഓപ്ഷനിൽ വ്യത്യാസമുണ്ട്, ഒന്ന് നോക്കാം. ക്വാളിറ്റി മാനേജർ, ടെക്നീഷ്യൻ, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ, PRO. ക്വാളിറ്റി മാനേജർ, ടെക്നീഷ്യൻ, ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ, PRO. നെക്സ്റ്റ് ഒരുവിധം ക്വസ്റ്റ്യൻസ് ഒക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. Which cells CELLS transport oxygen to the tissues? Which cells transport oxygen to the tissues? ഒന്നുകൂടി പറയോ മാഡം? Which cells transport oxygen to the tissues? ഏത് സെല്ലാ? RBC. Okay, very good. RBC. മാം ഒന്നുകൂടെ പറയൂ മാം, ക്ലിയർ ആയില്ല. Which cells transport oxygen to the tissues? Which cells transport oxygen to the tissues? RBC. ഓക്കെ മാം. പിന്നെ ഇന്ന് നമ്മൾ എടുത്ത ഒരു അതിനെ ബേസ് ചെയ്തിട്ട് ഇപ്പത്തെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റിൽ കിട്ടും. ഇനിയിപ്പോ ആ ക്വസ്റ്റ്യൻ വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് എഴുതണ്ട. പിന്നെ നിങ്ങളുടെ നോട്ട് നമ്മുടെ പ്രിന്റഡ് നോട്ട് തന്നെ നിങ്ങൾ നോക്കാം.
ടീച്ചർ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. സന്ധ്യ മാം ഇപ്പൊ ഒരു പേഷ്യന്റിന് ഒരു ഷുഗർ പേഷ്യന്റിന് ബ്ലഡ് ഡൊണേറ്റ് ചെയ്താൽ മറ്റൊരു പേഷ്യന്റ് അത് സ്പ്രെഡ് ആവോ? ഷുഗർ ഉള്ള ഒരാള് ഡൊണേറ്റ് ചെയ്താ? ഷുഗറിന്റെ ഇതിനകത്തൊന്നും നമ്മുടെ ഇത് പറയുന്നില്ല കേട്ടോ. ഷുഗറിന്റെ കേസുകളിൽ അത് കറക്റ്റ് ആയിട്ട് എനിക്ക് അത് ക്ലിയർ അല്ല. ഇപ്പൊ നമ്മൾ ഈ ഒരു സിറ്റുവേഷൻസ് കമ്മ്യൂണിക്കബിൾ ഡിസീസുകൾ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ കൂടുതൽ ചെക്ക് ചെയ്യുന്നത്. ഷുഗർ അങ്ങനെ ഇതാവണമെന്നില്ല. അതെ. ഓക്കെ, താങ്ക് യു. ഇത്രയും ടെസ്റ്റുകളാണ് നമ്മൾ സാധാരണയായിട്ട് ഒരു ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് അവര് അത് നോക്കുന്നത്. അതില് ഇപ്പൊ ഡിസീസ് എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ അത് നമ്മൾ പറഞ്ഞ 3 കമ്മ്യൂണിക്കബിൾ ഡിസീസുകൾ ഉണ്ടോ, അത്രയും ഹൈ ആയിട്ടുള്ള ഇത് ഡിസീസുകൾ, എയ്ഡ്സ് അങ്ങനെയുള്ള ഹെപ്പറ്റൈറ്റിസ് അങ്ങനെയുള്ള ഡിസീസുകൾ ഉണ്ടോ എന്നുള്ളതാണ് കൂടുതൽ അവർ ചെക്ക് ചെയ്യുന്നത്. പ്രഷർ, ഷുഗർ അങ്ങനെയുള്ളതിന്റെ അതൊന്നും അത്ര അവര് നോക്കുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ഇതിനകത്ത് ഇതേനെ ഇനി എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഞാൻ അടുത്ത ദിവസം ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളുള്ളൂ നമ്മുടെ ഒരു ചാപ്റ്ററിൽ. അപ്പൊ നിങ്ങൾ ഈ എന്താ പ്രിന്റഡ് നോട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾ വായിക്കുക. പിന്നെ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇപ്പൊ നമ്മൾ എഴുതി, അതുകൂടാതെ മോക്ക് ടെസ്റ്റിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കിട്ടും. അപ്പൊ അതും ഒന്ന് നോക്കുക കേട്ടോ. ഓക്കെ, ഇപ്പൊ നെക്സ്റ്റ് ക്ലാസ് നെക്സ്റ്റ് ചാപ്റ്റർ നമുക്കിപ്പോ 3ാമത്തെ ചാപ്റ്റർ ആയിരുന്നു നമ്മുടെ ബ്ലഡ് ബാങ്ക്. നെക്സ്റ്റ് വരുന്നത് CSSD കേട്ടോ, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്, CSSD. പ്രിന്റ് എടുത്ത് വെച്ചോ, അതിനുവേണ്ടി ഞാൻ പറഞ്ഞത് കേട്ടോ. CSSD ആണ് വരുന്നത് ചാപ്റ്റർ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ. Thank you, ma'am. 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 Thank you, ma'am.